നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ പ്ലേ ഓഫിൽ കയറുമോ ഇല്ലയോ എന്നൊക്കെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ധാരാളം പേരുണ്ട്. എന്തായാലും ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടെ ഇനിയുള്ള 4 കളികളും ജയിച്ച് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലെത്തുമെന്ന് കണ്ണടച്ച് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്ത സീസണെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് കൂടുതൽ പ്രായോഗികമായ കാര്യം എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ വീഡിയോ. എല്ലാ തവണയും സംഭവിക്കുന്ന പോലെ വലിയ പ്രതീക്ഷകൾ നൽകി വരികയും ഒടുവിൽ ഒന്നുമില്ലാതെ പോവുകയും ചെയ്യുന്ന ഒരു സീസണാവും ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് എന്നൊരു ദുഃഖം ഈ വീഡിയോ തയ്യാറാക്കുമ്പോഴുണ്ട്. എന്തായാലും ഇത്തവണ സംഭവിച്ച വീഴ്ചകൾ മറന്ന് അടുത്ത തവണ മുന്നോട്ട് പോകണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം പ്രതിരോധ നിരയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അധികം പഴി കേട്ടത് പ്രതിരോധ നിരയുടെ ഫോമില്ലായ്മ കൊണ്ട് തന്നെയാണെന്ന് ഉറപ്പാണ്. വ്യക്തിഗതമായ പിഴവുകൾ കൊണ്ട് നമ്മൾ വാങ്ങിക്കൂട്ടിയ ഗോളുകൾക്ക് കണക്കില്ല. അതുകൊണ്ട് തന്നെ അതിൽ വലിയ മാറ്റങ്ങൾ അടുത്ത തവണ വരുത്തേണ്ടിയിരിക്കുന്നു. പ്രതിരോധ നിരയെ നയിക്കാൻ പറ്റുന്ന ഒരാൾ ഇത്തവണ ഇല്ലാതെ പോയതാണ് നമ്മളെ പിന്നോട്ടടിപ്പിച്ചത്. മുൻ സീസണുകളിൽ ലെസ്കോവിച്ചും അതിനു മുന്നേ സന്ദേശ് ജിങ്കൻ അടക്കമുള്ള താരങ്ങളും നായകത്വം വഹിച്ച പ്രതിരോധ നിരയിൽ ഇത്തവണ അങ്ങനെ ഒരാൾ ഇല്ലാതെ പോയി. പലപ്പോഴും മിലോസും പ്രീതം കോട്ടാലുമൊക്കെ അങ്ങനെയൊരു ഉത്തരവാദിത്വത്തിലേക്ക് ഉയരുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാന്റെ സുഭാശിഷ് ബോസിനെ പോലുള്ള ഒരു ഇന്ത്യൻ താരത്തിൻ്റെ അഭാവം പ്രതിരോധ നിരയിൽ ഇത്തവണ ശരിക്കും ദൃശ്യമായി. ഹോർണിപ്പാം, സന്ദീപ് സിംഗ്, ഐബൻ ഡോഗ്ലിംഗ്, നവോച്ച സിംഗ് തുടങ്ങിയവരുടെ നിലവാരത്തിലുള്ള താരങ്ങളല്ലാതെ കുറെ കൂടെ കടുപ്പത്തിൽ പ്രതിരോധ നിരയെ ഉറപ്പിച്ചു നിർത്തുന്ന താരങ്ങളാണ് ഇനി വേണ്ടത്. ഇതിനായി അടുത്ത സീസണിലേക്കുള്ള പ്രതിരോധ നിര താരങ്ങളെ അന്വേഷിച്ച് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഗോൾ കീപ്പർ പുതിയൊരാൾ വരണമെന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും കുറഞ്ഞ ക്ലീൻ ഷീറ്റുകൾ നിറഞ്ഞ സീസണാണ് കടന്നു പോകുന്നത്. ഇത്തവണ പ്ലേ ഓഫിൽ എത്തിയാലും ഇല്ലെങ്കിലും ഗോളി സച്ചിൻ സുരേഷിൻ്റെ പ്രകടനം തീർച്ചയായും ചർച്ചയാവും. മിക്ക കളികളിലും സച്ചിൻ്റെ വ്യക്തിപരമായ പിഴവുകൾ കൊണ്ട് എതിർ ടീമുകൾ നിരവധി ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സച്ചിനെ മാറ്റി മറ്റൊരു ഗോളിയെ പരീക്ഷിക്കാൻ ബ്ലാസ്റ്റേഴ്സ് അധികം തയ്യാറായതുമില്ല. സച്ചിന് പരിക്കേറ്റ സമയത്ത് ഗോൾ വലകാത്ത സോംകുമാറിനാവട്ടെ നിലവാരത്തിൽ എത്താനുമായില്ല. ഈ രീതിക്ക് മാറ്റം വരേണ്ടതുണ്ട്. സൂപ്പർ ലീഗിലെ പരിചയസമ്പന്നരായ ഗോളിയിലേക്ക് അന്വേഷണം നീളണം. അതല്ലെങ്കിൽ വിദേശ ഗോളി എന്ന പരീക്ഷണം നടത്തുകയുമാവാം. മൂന്നാമത്തെ കാര്യം മികവുള്ള ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കണമെന്നതാണ്. ഇന്ത്യൻ താരങ്ങളുടെ നിലവാരമില്ലായ്മ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനെ പിന്നോട്ടടുപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മറ്റ് ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിലെ ഇന്ത്യൻ താരങ്ങൾ കുറെ കൂടി പ്രകടനം മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഫ്രെഡിയും ഡാനിഷും പോലുള്ള താരങ്ങൾക്ക് സ്ഥിരമായി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ലൂണെ പോലുള്ള വിദേശ താരങ്ങൾക്ക് സ്വതസിദ്ധമായ കളി പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ പ്രകടനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇതിൽ മാറ്റം വന്നേ തീരൂ. സഹൽ, രാഹുൽ, ജീക്സൺ സിംഗ് തുടങ്ങിയ നിലവാരമുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയപ്പോൾ ഇങ്ങോട്ട് വന്നവർക്ക് ആ ലെവലിൽ എത്താൻ കഴിയാതെ പോയതും ടീമിന് തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ മികച്ച ഇന്ത്യൻ താരങ്ങളെ കണ്ടെത്താനുള്ള അന്വേഷണം ബ്ലാസ്റ്റേഴ്സ് നടത്തണം. ഐ ലീഗിൽ നിന്നുള്ള ശരാശരി താരങ്ങളെ തിരഞ്ഞു പോകുന്നതിന് പകരം സൂപ്പർ ലീഗിലെ മികച്ച കളിക്കാരെ കണ്ടെത്താനാവണം ശ്രമിക്കേണ്ടത്. നാലാമത്തെ കാര്യം മലയാളി താരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ 11-ൽ സ്ഥാനം ഉറപ്പുള്ള മലയാളി താരം ഗോളി സച്ചിൻ സുരേഷിനെ ഒഴിച്ചു നിർത്തിയാൽ വിപിൻ മോഹനൻ മാത്രമാണ്. അസറും ഐമനുമൊക്കെ ആദ്യത്തെ കളികളിൽ വന്നു പോയതിനു ശേഷം അവർക്ക് അധികം അവസരങ്ങൾ കിട്ടിയിട്ടില്ല. സൂപ്പർ ലീഗിൽ ഹൈദരാബാദ് എഫ്സിക്ക് വേണ്ടി കളിച്ച അലക്സ് സജിയെ പോലെയോ നോർത്ത് ഈസ്റ്റിൻ്റെ ജിതിനെ പോലെയോ മികവ് തെളിയിച്ച നിരവധി മലയാള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വരാൻ തയ്യാറാവും. ഇവർക്ക് വേണ്ടിയുള്ള നീക്കം ബ്ലാസ്റ്റേഴ്സ് ഉടനെ ആരംഭിക്കണം. മറ്റൊരു കാര്യം, മുന്നേറ്റത്തിൽ വിദേശ കളിക്കാർക്ക് പറ്റിയ ഇന്ത്യൻ പകരക്കാർ ഇല്ലെന്നതാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ച കാര്യമായൊരു പിഴവ്. ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് നേടിയ കൂടുതൽ ഗോളുകളും അടിക്കാൻ ഹിമെനിസും പെപ്രയും നോഹയും തന്നെ വേണ്ടി വന്നു. വിദേശ താരങ്ങൾക്ക് പകരക്കാരായി മുന്നേറ്റ നിലയിൽ ഇറക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഇന്ത്യൻ താരങ്ങൾ ഇത്തവണ ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും വിദേശ താരങ്ങളുടെ ഫോമിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ടീമിന് മുന്നോട്ട് പോകേണ്ടി വന്നു. അത് ഒഴിവാക്കണമെങ്കിൽ മുന്നേറ്റത്തിൽ നിലവാരമുള്ള ഇന്ത്യൻ ഫോർവേഡുകൾ വരേണ്ടിയിരിക്കുന്നു. ആറാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളത് ഓടിത്തളരുന്ന ലൂണയെക്കുറിച്ചാണ്. നായകൻ ലൂണയ്ക്ക് തൻ്റെ സ്വതസിദ്ധമായ കളിയിൽ മുഴുകാൻ പറ്റാതെ പോയൊരു സീസണാണിത്. പലപ്പോഴും പ്രതിരോധ നിരയുടെ ചുമതല കൂടെ ലൂണയുടെ തലയിലായി. ഇതിൽ മാറ്റം വരണമെങ്കിൽ ലൂണയുടെ ഭാരം ഏറ്റെടുക്കാനുള്ള താരങ്ങൾ വരണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ മധ്യനിരയിൽ നിന്ന് മുന്നേറ്റത്തിലേക്ക് ലൂണയിലൂടെ പന്ത് ഒഴുകുകയുള്ളൂ. അതുപോലെ ലൂണയുടെ ഗോളുകളും ടീമിന് വേണ്ടി വരികയുള്ളൂ. മാറാത്തൊരു പരിശീലകൻ വേണമെന്നതാണ് ഏഴാമത്തെ പോയിന്റ്. ഇത്തവണ മൈക്കൽ സ്റ്റാറയെ സീസണിൻ്റെ വളരെ മുന്നേ തന്നെ കൊണ്ടുവരികയും പരിശീലനവും മുന്നൊരുക്കവുമെല്ലാം മികച്ച രീതിയിൽ തുടങ്ങുകയും ചെയ്തപ്പോൾ വലിയ മാറ്റം ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അധികം വൈകാതെ കാര്യങ്ങൾ പഴയ പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. സ്റ്റാറെ മികച്ച പരിശീലകൻ ആയിരുന്നിരിക്കാം, ഒന്നുകിൽ അദ്ദേഹത്തിന് വേണ്ട സ്ക്വാഡിനെ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ടിലും അത് പ്രതിഫലിച്ചു. സീസണിൻ്റെ പാതിയിൽ ബ്ലാസ്റ്റേഴ്സിന് പരിശീലകനെ മാറ്റേണ്ടി വന്നു. പിന്നെ താൽക്കാലിക പരിശീലകർക്ക് ചുമതല നൽകി സീസൺ തീർക്കാനുള്ള ശ്രമം നടത്തുന്ന പോലെയാണ് തോന്നിയത്. ഇന്ത്യൻ സാഹചര്യങ്ങൾ അറിയാവുന്ന ഒരു പരിശീലകൻ വന്നാൽ അടുത്ത സീസണുകളിൽ കാര്യങ്ങൾ മാറുമെന്ന് ഉറപ്പാണ്.
ഇയാൻ ഹ്യൂം മുന്നേറ്റത്തിൽ കളിച്ച പോലെ, ഡയസും ലൂണയും വാസ്കേസും ഒത്തുകളിച്ച സീസൺ പോലെ, ഡേവിഡ് ജെയിംസ് ടീമിനെ നയിച്ച സീസൺ പോലെ, ഇവാൻ വുക്കമനോവിച്ച് പരിശീലകന്റെ കുപ്പായത്തിലിരുന്ന കാലം പോലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സന്തോഷിപ്പിക്കുന്ന ഒരു സീസൺ ആവട്ടെ അടുത്ത വട്ടമെങ്കിലും. അതിനുവേണ്ടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തയ്യാറാവുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.